ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ സീസണിൽ റയലിൻ്റെ ഡിഫൻസ് വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, എഡർ മിലിറ്റാവോ, ഡേവിഡ് അലാബ എന്നിവരൊക്കെ പരിക്കിൻ്റെ പിടിയിലായിരുന്നു. അതേസമയം അന്റോണിയോ റൂഡിഗർ, റൗൾ അസൻസിയോ എന്നിവർക്കൊന്നും പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഡീൻ ഹുയ്സണെ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ മറ്റൊരു സെൻറ്റർ ബാക്കിനെ കൂടി സൈൻ ചെയ്യാൻ ഇപ്പോൾ ക്ലബ്ബ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഡേവിഡ് അലാബയുടെ ഭാവി എന്താകും, അത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. കാരണം ക്ലബിനകത്ത് ഏറ്റവും കൂടുതൽ സാലറി കൈപ്പറ്റുന്ന താരങ്ങളിൽ ഒരാളാണ് ഡേവിഡ് അലാബ. എന്നാൽ അതിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കണം, വിൽക്കണം എന്ന് പല റയൽ ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് മാർക്ക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത്, റയലിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായ അലാബക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഗുരുതരമായ പരിക്കുകളാണ്. എപ്പോഴും അദ്ദേഹത്തിന് പരിക്കുകൾ ഒരു തടസ്സമാകുന്നു. നിലവിൽ താരത്തിൻ്റെ ലക്ഷ്യം അത് വളരെ വ്യക്തമാണ്. അതായത്, പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായി തൻ്റെ ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കുക. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു നല്ല സീസൺ ലഭിച്ചു കഴിഞ്ഞാൽ തന്നോടുള്ള എല്ലാവരുടെയും കാഴ്ചപ്പാട് മാറും എന്ന് അദ്ദേഹം ഇപ്പോൾ വിശ്വസിക്കുന്നു. അതായത്, റയൽ മാഡ്രിഡിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് എല്ലാവരുടെയും വിശ്വാസം തിരികെ പിടിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം. എന്നാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഒന്നും ക്ലബിനകത്ത് നടക്കുന്നില്ല. ക്ലബിനകത്ത് തന്നെ അദ്ദേഹത്തോട് താല്പര്യം ഇല്ലാത്ത ചില ബോർഡ് അംഗങ്ങൾ ഉണ്ട്. അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുന്ന ബോർഡ് അംഗങ്ങൾ ഉണ്ട്. പക്ഷേ ഈ സമ്മറിൽ അലാബ ക്ലബ്ബ് വിടുമോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല. നിലവിൽ ഈ താരത്തിന് വേണ്ടി ഓഫറുകൾ ഒന്നും ക്ലബിന് വന്നിട്ടില്ല. അലാബ നിലവിലെ അവസ്ഥയിൽ ക്ലബ്ബ് വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ശക്തമായി തിരിച്ചു വരിക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മാത്രമല്ല, സാബി അലോൺസോയും അലാബയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. തനിക്ക് ടീമിനകത്തെ പ്രധാനപ്പെട്ട ഘടകമാവാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹം ഈ ഒരു പരിശീലകനെ ധരിപ്പിച്ചിട്ടുണ്ട്. സാബി അലോൺസോ ഈ താരത്തിന്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്രയും വിവരങ്ങളാണ് മാർക്ക പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും ലിവർപൂളിന്റെ ഡിഫൻഡറായ ഇബ്രാഹിമെ കൊനാറ്റയ്ക്ക് വേണ്ടി ക്ലബ്ബ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അത് ഫലം കാണുകയാണെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു സെന്റർ ബാക്കിനെ റയൽ വിടേണ്ടി വന്നേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.